RSS ADGP കൂടിക്കാഴ്ചയിൽ ഉത്തരം പറയേണ്ടത് 3 പേരെന്ന് BJP നേതാവ് വി മുരളീധരൻ. മുഖ്യമന്ത്രിയും MR അജിത് കുമാറും RSSുമാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടത്. RSS വക്താവ് അത് വിശദീകരിക്കുമെന്ന് വി മുരളീധരൻ പറഞ്ഞു. ആദ്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാള് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ADGPയെ അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടോ? അദ്ദേഹം അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ടാണ് ഈ ADGP പോയത്. 2, അജിത് കുമാർ പറയണം. ADGP പറയണം എന്ത് കാരണത്താലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് ADGP കാണാൻ പോയത്. 3, RSS പറയും. RSS ആണ് അക്കാര്യത്തിൽ പറയേണ്ടത്. എന്തിനാണ് അജിത് കുമാർ വന്നത്? അതാണ് വി മുരളീധരന്റെ പ്രതികരണം. അതിനിടെയാണ് വിവാദ കൂടിക്കാഴ്ചയിൽ CPI ദേശീയ നേതൃത്വം ഇടപെട്ടിരിക്കുന്നത്. സംസ്ഥാന ഘടകത്തോട് പാർട്ടി ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഗൗരവതരമായ വിഷയമാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ജനറൽ സെക്രട്ടറി D രാജ ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയോട് പറഞ്ഞത്. ബൽറാം നെടുങ്ങാടിയിലേക്ക് ഒരിക്കൽ കൂടി. ബൽറാം, ഈ കൂടിക്കാഴ്ച ഇപ്പോൾ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം അതിന് കാരണമായോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ദോഷം ചെയ്യും എന്നൊരു നിലപാട് കൂടി CPI ദേശീയ നേതൃത്വത്തിനുണ്ടോ? തീർച്ചയായും അനുജ, ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് CPI ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്നുള്ളത് RSSുമായി ചർച്ച നടത്തുന്നതല്ല, RSSുമായി ചേർന്ന് പോകുന്നതല്ല. ഏത് ഘട്ടത്തിലും RSSനെ എതിർക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റേത്, അല്ലെങ്കിൽ കേരളത്തിൽ LDFിൻ്റേത് എന്നുള്ളതാണ് CPI ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ADGP തന്നെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് ഏറെ ഗൗരവത്തോടു കൂടിയാണ് CPI ദേശീയ നേതൃത്വം കാണുന്നത്. കാരണം ഇത് CPI ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്.